അലം നശ്റഹ് ലക സദ്റക വവളഅന അല്ലദി അൻഖള വഹ്റക വറഫഅന ലക ദിക്റക. നാം ഉയർത്താൻ തീരുമാനിച്ചു. ദിക്റക 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 പുറത്ത് പറയും. ദിക്റക ദിക്റക വറഫഅന, ഞാൻ ഉയർത്താൻ തീരുമാനിച്ചു. ദിക്റക പറയ്, എന്തത് പറയ്. സ്മരണ എങ്ങനെ ഉയർത്ത? അതിന് മൗനജാതൊക്കെ മൈക്കേൽപ്പിക്കാന്നല്ല അതിന്റെ അർത്ഥം. മൗനജാതക്കാരെങ്കിലും മൈക്കേൽപ്പിക്കോ? ദിക്ർ രണ്ട് ജാതിയാണ്. ഇവിടെ മുജറദ ബില്ലിസാന, റഫഅ് ദിക്റുമായി ബന്ധപ്പെടൽ ബിസ്സൗത്തേ ഉണ്ടാവുള്ളൂ. ദിക്ർ രണ്ട് ജാതിയാണ്. ഒന്ന് ബിൽ ഖൽബ്, രണ്ട് ബിൽ ലിസാന. വറഫഅന എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലായി നാവയിലുണ്ട്. കാരണം റഫഅ് എന്നത് റഫഅ് സൗത്തുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? റഫഅ് ഉയർത്തൽ, ഓർമ്മയിലല്ല. ഓർമ്മയിൽ ഉയർത്തൽ ഉണ്ടാവില്ല, ഓർമ്മിപ്പിക്കലേ ഉള്ളൂ. ഉയർത്തുക എന്നത് ഖഫ്ള് റഫഅ് എന്നത് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായി ഇത് ദിക്റുൽ ലിസാനാണ്, എന്തല്ല ദിക്റുൽ ഖൽബല്ല. വറഫഅന ലക ദിക്റക. ആയത്തിന്റെ തഫ്സീർ എടുത്ത് നോക്കി. തഫ്സീർ, ഞാൻ പറയൽ ഉയർത്താൻ തീരുമാനിച്ചു. കൂടുതൽ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക, കൂടുതലും ആളുകൾ പറയുക. ഫിസ്സമാ ഇൻദൽ ബൈത്ത് ഫിൽ മലായിക ഇൻദൽ മലായികതി ഫിസ്സമായി ഇൻദൽ മലായികതി ഫിസ്സമായി വഇൻദൽ മുഅ്മിനീന ഫിൽ അർള്. ഈ ആയത്തിന്റെ തഫ്സീർ, ആകാശത്ത് മലക്കുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വാക്ക് പേര് പറയപ്പെടാൻ ഞാൻ തീരുമാനിച്ചു. ഭൂമിയിൽ ഭൂമിയിൽ മുഅ്മിനീങ്ങൾ കൂടിയാൽ നിങ്ങളെപ്പറ്റി പറയും. നിങ്ങളെപ്പറ്റി പറയാതെ പോല, നിങ്ങളെപ്പറ്റി എവിടെ പറയാൻ കഴിയുമോ പരമാവധി പറയും. വറഫഅന ലക ദിക്റക. റഫഅന മുഹമ്മദ് ഭയങ്കര വർത്താന. അതൊക്കെ ബുദ്ധി ഉണ്ടായ എളുപ്പം മനസ്സിലാവും. ചിന്തിക്ക്. ഹബീബിനെ പറ്റി ആര് പറഞ്ഞാലും, ആര് ഹബീബിനെ പറ്റി പറഞ്ഞാലും രക്ഷയുണ്ടാവും. ആര് പറഞ്ഞാലും ഹത്താലിൽ കാഫിരി യുഖഫഫുൽ അദാബു യൗമൽ ഇത്നൈനി ലിഅബീ ലഹബ്. തർജുമത്തുൽ ബുഖാരിയിലുണ്ട്. സ്വഹീഹ് ബുഖാരിന്റെ ഉള്ളിൽ സംഭവമുണ്ട്. തിങ്കളാഴ്ച ദിവസം അബൂലഹബിന് തഖ്ഫീഫ് മിനൽ അദാബ് ഉണ്ട്. എന്തേ? ലിഅന്നഹു സറ ലമ്മ ഉലിദ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅത്ഖിഹി സുവൈബ എന്ന അടിമയാണ്, സ്ത്രീയാണ് വന്നിട്ട് അബൂലഹബിനോട് പറഞ്ഞത് അബ്ദുള്ളാക്ക് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത് എത്തിക്കല് അപ്പം മോചിപ്പിച്ച്. അതുകൊണ്ട് യുഖഫഫു അൻഹുൽ അദാബ് യൗമൽ ഇത്നൈൻ, തിങ്കളാഴ്ച അബൂലഹബിന് അദാബിൽ കുറച്ച് കുറവുണ്ട്. സ്വഹീഹുൽ ബുഖാരിന്റെ തർജുമയിലുണ്ട്. ഇത് സ്വഹീഹുൽ ബുഖാരിന്റെ തർജുമയിൽ സ്വഹീഹ് ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കളിയാക്കിക്കോട്ടെ, കളിയാക്കണല്ലോ. കളിയാക്കുക എന്നുള്ളത് ഉറപ്പന്നല്ലേ. കളിയാക്കുമ്പോഴല്ലേ ഒരിക്കൽ ഈമാൻ ഇല്ലാന്ന് മനസ്സിലാവുക. കാരണം ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ കളിയാക്കുന്നവരാണ് എന്ന് ലോകത്താദ്യം പറഞ്ഞത് മുനാഫിഖീങ്ങളാണ്. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അതവർക്ക് തിരിയില്ല. അത് തിരിയാത്തതുകൊണ്ടാണ് ഞാൻ അവരെ പറഞ്ഞ കാര്യമില്ല. അവർക്ക് തിരിയൂല. ആർക്കും ഹബീബിനെ പറ്റി കാഫിർ എന്നല്ല, ആർക്കും ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിനെ പറ്റി പറയാം. ഈ ആയത്ത് രാവിലെ ഓതിയാൽ വൈകുന്നേരത്തിനുള്ളിൽ മരിച്ചാൽ ഈമാൻ കിട്ടും.
ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ആയത്തോടെ ഒരു സ്വലാത്തും ചൊല്ല സുബഹിന്റെ വാങ്ങ് കൊടുത്തിട്ട് അല്ലെങ്കിൽ സുബഹി നിസ്കരിച്ചിട്ട് മഗ്‌രിബിന് മുമ്പ് മരിച്ചാൽ ഈമാൻ കിട്ടും. ഇന്നത് ചെല്ലിയവർ കൈപോക്കാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്തിട്ടോ മഗ്‌രിബ് നിസ്കരിച്ചിട്ടോ ബാങ്ക് കൊടുത്തതിന് ഉടനെയോ അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം ഈ ആയത്ത് ഒരു വട്ടം ഓതുക, ഒരു സ്വലാത്തും ഇല്ല, സുബഹിന് മുമ്പ് മരിച്ചാൽ ഈമാൻ കിട്ടും. ഉറപ്പാ. റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട എല്ലാ ആയത്തും ദിക്റാ. അള്ളാഹുമായി ബന്ധപ്പെട്ടതും ദിക്റാ. നിസ്കാരം ദിക്റല്ല, നോമ്പ് ദിക്റല്ല, ഒന്നും ദിക്റിന്റെ ആയത്തല്ല. അപ്പൊ ഷറഫുകളാലേക്ക് നബിയോട് ബന്ധപ്പെട്ട എല്ലാ ആയത്തും ദിക്റാ, അള്ളാഹുമായി ബന്ധപ്പെട്ട എല്ലാ ആയത്തും ദിക്റാ. നിസ്കാരമായി ബന്ധപ്പെട്ട ആയത്ത് ഫുറൂഇയ്യാത്ത ദിക്റാവില്ല, ഖുർആന്റെ പോയിട്ടുള്ളൂ, ദിക്റല്ല. തിരിഞ്ഞിട്ടില്ല. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ദിക്റാണ്, ഭയങ്കര കൂലിട്ടും ദിക്റാണ്. എന്നാൽ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത ആയത്താണ്, ദിക്റല്ല. ആവർത്തിക്കൽ സ്വലത്തിൽ ദിക്റല്ല. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ദിക്റാണ്. എന്നാൽ യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ ദിക്റല്ല. ചിന്തിക്ക്. അള്ളാഹു റസൂലുമായി ബന്ധപ്പെട്ടവും അള്ളാഹുമായി ബന്ധപ്പെട്ട ദിക്റാണ്, റസൂലുള്ളാഹിനെ ബന്ധപ്പെട്ട ദിക്റാണ്. അത് അതിനാ തഅല്ലുഖ് ഉണ്ടായത് നബിയോട് ഏതെങ്കിലും ബന്ധം ഉണ്ടായാൽ ദിക്റായി. ഇലാഫി ഖുറൈശ് ദിക്റാണ്. ആവർത്തിക്കൊന്ന് ചോദിക്കും, ദാരിദ്ര്യം ഉണ്ടാവില്ല. എന്താ പറഞ്ഞേ? നബിയോട് വളരെ കുറഞ്ഞൊരു ബന്ധമാണ് ആ സൂറത്തിനുള്ളത്. നബിയുടെ കുടുംബത്തിന് അള്ളാഹു വിശപ്പ് മാറ്റി കൊടുത്തതെന്ന്. ഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈതില്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. അല്ലദീ അത്അമഹും മിൻ ജൂഅ്. നബിയുടെ കുടുംബം ഖുറൈശി കുടുംബത്തിൽ എന്നെ ആക്കിയെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ലോകത്തെ കബീലകളിൽ പ്രധാനപ്പെട്ട കബീല ഖുറൈശാണ്. അതിന്റെ പേരിൽ ഒരു അധ്യായമുണ്ട് ഖുർആനിൽ, സൂറത്ത് ഖുറൈശ്. ഈ ആയത്ത് ഒരു വീട്ടിൽ ആവർത്തിച്ച് ഓതൽ പതിവാക്കിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. കാരണം ആ സൂറത്തിന് നബിയോട് ബന്ധമുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. 3 ഷറഫ് ഉണ്ട്. അള്ളാന്റെ ഷറഫ്, ഖുർആന്റെ ഷറഫ്, റസൂലുള്ളാഹിന്റെ ഷറഫ്. കാരണം ഖുർആൻ അള്ളാഹു ഇറക്കി കൊടുത്തത് ആ രാത്രി റസൂലുള്ളാഹിക്കാണ്. ഒരു വാഹനത്തിൽ കയറിയിരുന്ന് ഈ സൂറത്ത് 3 വട്ടം ഓതിയാൽ ആ വ്യക്തിക്ക് ആപത്തുണ്ടാവില്ല. വാഹനത്തിൽ കയറിയിരിക്കുക, അത് കഴിഞ്ഞിട്ടാണ് സുബ്ഹാനല്ലദി ചെല്ലേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലദി സഖറൽ ലനാ ഹാദാ എന്ന് ചെല്ലേണ്ടത് വാഹനം ചലിച്ചു തുടങ്ങിയതിന് ശേഷമാണ്. വാഹനത്തിൽ കയറിയ ഉടനെ ചെല്ലേണ്ടത് 3 വട്ടം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി തനസ്സൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ ഇന്നാ അഅതൈനാകൽ കൗസർ. 100 വട്ടം ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എല്ലാ ദിവസവും. 2 രാത്രിയിൽ ആവർത്തിച്ചോന്ന് 100 വട്ടെങ്കിലും ആവർത്തിച്ചോതിൽ പതിവാക്കിയാൽ ഇറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല അൻ യമൂത. മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ സ്വപ്നം കാണും. സ്വഹാബി ആവുകയില്ല, പക്ഷേ ലഹു ഷറഫുൻ അളീമുൻ, ഭയങ്കര ഷറഫുണ്ടാവും റസൂലുള്ളാഹിനെ കണ്ട സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ രാത്രിയും റസൂലുള്ളാഹിന്റെ സൂറത്താ ഏത്? നഅതനാക്കൽ കൗസർ. നബിക്കാണ് ഷറഫ്. നഅതനാക്കൽ കൗസർ. നബിയോട് ബന്ധപ്പെട്ട എല്ലാ ദിക്റാണ്. അലം നശ്റഹ് ലക സദ്റക്. നബിയുടെ നെഞ്ചിന്റെ വലിപ്പത്തരം പറയാണ് ആ സൂറത്ത്. മൻ ഖറഅഹ കുല്ല സ്വലാത്തിൻ മക്തൂബ ലം യഖുദുഹു മറദുൽ ജുനൂനി. എല്ലാ നിസ്കാരം കഴിഞ്ഞിട്ട് 1 വട്ടം ഇന്ന അലം നശ്റഹ് ഓതിയാൽ അവന് ഭ്രാന്ത് ഉണ്ടാവില്ല. വലം യഖുദുഹു ഹമ്മുൻ, ഒരു ഹമ്മും ഉണ്ടാവില്ല. എന്ത് ടെൻഷൻ ഉണ്ടാവില്ല. ടെൻഷൻ ഉണ്ടാകാനല്ല, എന്ത് പ്രശ്നം ഉണ്ടാവില്ല.
ആകെ തല അറ്റ് വീണാലും പ്രശ്നം ഉണ്ടാവില്ല, ഒരു ബേജാറും ഉണ്ടാവില്ല. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലായോ? ഒരു വട്ടെങ്കിലും എല്ലാ നിസ്കാരം കഴിഞ്ഞ് ആരുടെ കുട്ടി അലം നഷ്റഹ് നബിയുടെ ഹൃദയത്തിന്റെ വലിപ്പം ചെല്ലിയ ആൾക്ക് അള്ളാഹ് സ്വാഭാവികമായി വലിപ്പിട്ട് കൊടുക്കും. നെഞ്ച് കുടിസാകുമ്പോഴാണ് ഭ്രാന്തി ഉണ്ടാവുക, കാര്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക. അലം നഷ്റഹ് ലക സദ്റക് ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റ ഓതിയാൽ മതി, ഭ്രാന്തി ഉണ്ടാവില്ല. ഒരു നബിയുടെ സൂറത്താ ദിക്റാണ്. അതിന്റെ മുകളിലെ സൂറത്ത് വല്ലുഹ വല്ലൈലിയ, നബിയെ ചിരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ആയത്താ. ആ ആയത്തിറങ്ങിയപ്പോ നബി ചിരിച്ചുപോയി. അങ്ങനെ കുട്ടികൾക്ക് കളിപ്പാട്ടം കൊടുക്കുക. കുറെ നേരം ഉമ്മാ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ നോക്കിയില്ല, കുട്ടി അങ്ങനെ കരഞ്ഞ് പിന്നെ മിഠായും കൊണ്ട് വന്ന്, മനസ്സിലായില്ലേ? ഒരു ചിരിപ്പിക്കലുണ്ടല്ലോ. കുറെ ദിവസം അള്ളാഹു തആല വഹി ഇറക്കിയെന്നല്ല, നബിക്ക് ഭയങ്കര വിഷമായി, ഭയങ്കര വിഷമായി. അപ്പോൾ നബിയെ ചിരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ആയത്താണ് ഇത് വല്ലുഹ. ഉത്തരാഹനം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജ, ഇരുൾ മുറ്റിയ രാത്രി തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല. വമാ ഖല, നിങ്ങളോട് ദേഷ്യം പിടിച്ചിട്ടില്ല. അത് അൻസലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിതൽഹീകി ശഫതൈ റസൂലില്ലാഹ്, നബിയുടെ രണ്ട് ചുണ്ടിനെ ഒന്ന് പുഞ്ചിരിച്ച് കാണിപ്പിക്കാൻ വേണ്ടിയും തസ്ലിയത്തഖൽ ഖൽബിഹി, അവിടുത്തെ മനസ്സിന് കുളിർ നൽകാൻ വേണ്ടിയും ഇറക്കിയ ആയത്താണ് ഈ സൂറത്ത്. ഒരു മഗ്‌രിബിയുടെ നേരത്തെ വീട്ടിലെത്തിയാൽ ഓതിയാൽ ഫലാ യദ്ഖുലുന്നഹു സാരിഖുൻ തിൽക്കൽ ലൈല, ആ രാത്രി വീട്ടിലേക്ക് കവർച്ചക്കാർ കയറൂല. യഹ്ഫദുഹു മിനൽ മലായിക, ആ വീട് മലക്കുകളാൽ സംരക്ഷിക്കപ്പെടും. കാരണം ആ രാത്രി തുടങ്ങിയപ്പോൾ റസൂലുള്ള ചിരിച്ച സൂറത്ത് അവർ 7 വട്ടം ഓതിയിട്ടുണ്ട്. ആ വീട്ടുകാർ ആ രാത്രി ദുഃഖിക്കേണ്ടി വരില്ല. എന്താ നിങ്ങൾ റസൂലുള്ള വിചാരിച്ചു? ഭയങ്കര എന്താണ് റസൂലുള്ള എന്ത് പറഞ്ഞ? രാത്രിക്ക് 7 യാമ, അതാണ് 7 ആക്കിയത്. രാത്രിക്ക് 7 യാമ, 7:30 വെളുപ്പിന് ഉണരാന്ന് പറയും ഹിന്ദുക്കള്. അതിനകത്ത് 7 മണിക്ക് ഉണരാന്നല്ല, 7:30 വെളുപ്പ് പറയും. രാത്രിക്ക് 7 യാമ, അങ്ങനെയാ ചിന്തിക്ക്. ഒരു കവർച്ചക്കാരനോ ഒരു കള്ളനോ ആ രാത്രി ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നില്ല. ആ വീട് മലക്കുകളാൽ സംരക്ഷിക്കണം. മഗ്‌രിബിന് നേരത്തെ 7 വട്ടം ഓതിയാൽ മതി. മഗ്‌രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം, നിസ്കാരത്തിന് മുമ്പോ ശേഷം 7 വട്ടം. വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല വലസൗഫ യുഅതീക റബ്ബുക ഫതർള അലം യജിദ്ക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ വവജദക ആയിലൻ ഫഅഗ്ന ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നിസ്കാരത്തിന് ഓതണം, പക്ഷെ ആ വീട്ടിൽ ഓതണം. തസ്ലിയത്തൽ ഖൽബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിലേക്ക് കള്ളമര പ്രവേശിക്കും എന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്, അസ്റാറിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇത് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്ക്, ഇപ്പൊ നമ്മള് എവിടെ നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ഷറഫാണ്, ബന്ധപ്പെട്ടതൊക്കെ ഷറഫാണ്. നബിയുടെ കൽബിന്റെ കനം കുറക്കണം ഈ റസൂലുള്ളാഹിന്റെ ഓർമ്മ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഓർമ്മ ഉണ്ടെങ്കിൽ കൽബിന്റെ കനം കുറഞ്ഞു പോകും. ദുനിയാവുമായി തഅല്ലുഖ് ഉണ്ടാവില്ല, തഅല്ലുഖ് വിടും. എത്ര റസൂലുള്ളാഹിയുമായി ബന്ധം അധികരിക്കുന്നു. ഒരാൾ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഉറപ്പാണോ ചോദിച്ചു? ഉറപ്പാണ്. ഉറപ്പന്നെയാണോ ചോദിച്ചു? ഉറപ്പാണ്. ഉറപ്പാണോ ചോദിച്ചു? ശപഥം ചെയ്യുന്നു, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ പറഞ്ഞു, ഫന്തളിൽ ഫാഖ, ഞാൻ ദാരിദ്ര്യം പ്രതീക്ഷിച്ചു. ഇന്നൊരാൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവന് ദാരിദ്ര്യം ഉറപ്പാണ്. എന്തായിരുന്നു? ഓന്റെ കയ്യിലൊന്നും നോക്കൂല, എന്തും കൊടുത്തുകൊണ്ടേയിരിക്കും, കയ്യിൽ നിൽക്കൂല. ഓന് സ്വർണം കിട്ടിയതും കാര്യമില്ല, എന്ത് ഉഹദ് കിട്ടിയതും മാറില്ല. അതുകൊണ്ടല്ല ഹസൻ ബസരി പറഞ്ഞത്, എനിക്ക് ഉഹദ് മല കിട്ടിയാലും ഞാൻ റസൂലുള്ളാഹിയുടെ മൗലിദിനെ ചെലവാക്കുമെന്ന് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. കയ്യിലെക്കൂല, കാരണം ഭയങ്കര, അതാണ് അങ്ങനെയാണല്ലോ.
മഹബൂബിന് വേണ്ടി മുഹബ് എന്ത് ചെലവാക്കും? മഹബൂബിന് വേണ്ടി എന്തും ഹുബിന്റെ കഥയല്ലേ ലോകത്തെ കഥ. ഇപ്പൊ അതാണല്ലോ മുക്കത്തെ മൊയ്തീന്റെ ചർച്ചയാണ്. എവിടെ നോക്കിയാൽ മുക്കത്തെ മൊയ്തീന്റെ കഥയാണ്. മുക്കത്തെ മൊയ്തീന്റെ കഥ എന്റെ ഫലവാൻസ്. നിങ്ങൾ പോലത്തെ ആൺകുട്ടികൾ തന്നെ ഇവിടെ ഉണ്ട്. അതന്നെയാണ് പറയേണ്ടത്. കേട്ട മറുപടി. അതുകൊണ്ട് ഹുബ് ഉണ്ടാവില്ല. ഹുബ് വേറെ, ദിക്ർ വേറെ. അത് നിങ്ങളെ ലക്ഷ്യം സാധിക്കാനാണ്. ഹുബ് വേറെയാണ്. അതുകൊണ്ട് ഹുബ് ഉണ്ടാവില്ല. അത് ആ ദിക്റിന്റെ മഹാത്മ്യമാണ്. ചോദ്യം, ഇന്ന ആയത്തൈനാക്കൽ കൗസർ കൂടുതൽ ഓടിയാല് ദാരിദ്ര്യം വരൂല നിങ്ങൾ പറഞ്ഞു. നബിയെ സ്നേഹിച്ചാൽ ദാരിദ്ര്യം വരൂന്ന ഹദീസ് നിങ്ങൾ ഓടി. രണ്ടും കൂടി എങ്ങനെ യോജിക്കാം? മറുപടി, അതാ കെലിമത്തിന്റെ ഫضലാണ്. നിങ്ങൾക്ക് ഓതുനാൾക്ക് നബിയുമായി ഹുബുണ്ടായിക്കോണമെന്നേ ഇല്ല. അങ്ങാടിയിൽ പോച്ച വലിച്ച് നടക്കണവനും ദിഫായി ഷേഖിന്റെ ദിക്റെല്ലിട്ട് കുത്തിയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ബനൗലിയ പാപ്പായിട്ടല്ല, അതാ ദിക്റിന്റെ മാത്മ്യ. മനസ്സിലായില്ല? നിങ്ങൾ ഇവിടെ ഉണ്ടോ? പറയടാ. നിങ്ങളെപ്പോലത്തോരെ ഉണ്ടാവുന്ന കരുതി 18 അടവും 50 തിരിയലും എല്ലാം കഴിഞ്ഞിട്ടാണടാ ഞാൻ വടപറം പാലം ഇങ്ങോട്ട് കയറിയത്. മുണ്ടാതെ ഇരുന്നോ. അത് വേറെ, ഇത് ആണുങ്ങൾ ചോദിക്കടാ. ആണുങ്ങളാണ് ചോദിക്കേണ്ടത്. ആണുങ്ങൾ ചോദിക്കടാ. ഇത് ചോദ്യാണ്. എടാ, അത് ദിക്റാണ്. ഇന്നാക്കൽ കൗസർ ഓദ്യോന് ദാരിദ്ര്യം മാറാൻ കാരണം അത് ആ സൂറത്തിന് നബിയോട് ബന്ധം ഉണ്ടായിട്ട. പോട്ടാ, അനക്ക് ബന്ധം ഉണ്ടായിട്ടല്ല. സൂറത്തിന് നബിയോട് ബന്ധമുണ്ട്. ഇന്നാക്കൽ ആ സൂറത്തിനെ ഈ ചോദിച്ചാൽ എന്റെ ആവശ്യം നടക്കും. എന്റെ ആവശ്യം മുണുങ്ങലാണ്. മനസ്സിലായോ? മറ്റോന് മുണുങ്ങലല്ല ആവശ്യം. മറ്റോന്റെ ആവശ്യം മുത്തുനബിയാണ്. ഓനൊന്നും ശ്രദ്ധ ഉണ്ടാവില്ല. ഓന് തീറ്റി ഉണ്ടാവില്ല. ഓന് കുടി ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവില്ല. ഓന്റെ കാര്യം ഹബീബ് നബി എല്ലാ താല്പര്യമാണ്. ഫലാണ്. കുട്ടി കുട്ടിയെ, ഈ വല്ലുഹവല്ലയിലും നല്ല മറുപടി, നല്ല ചോദ്യം. അത് നല്ല ചോദ്യമാണ്. ബാബ ഒരു പക്ഷേ ഈ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം ചോദിക്കുന്ന ഒരു ചോദ്യം. ഇത് ചോദ്യമാണ്. കുട്ടിയെ, വല്ലുഹവല്ലയിലി ഹുബ്ബല്ലി റസൂലില്ലാഹി ഓതിയാൽ അത് ഖുർആനും വദിക്റുൻ വസലാത്തും. വല്ലുഹവല്ലയിലി തന്നെ സ്വലാത്താണ്. അലം നശ്റഹ് സ്വലാത്താണ്. നബിയോട് ബന്ധപ്പെട്ട എല്ലാ ആയത്തും സ്വലാത്താണ്. കുല്ലു കലിമത്തിൻ തുംബിഉ സനാഅൻ ഔ ദുആഅൻ അലാ റസൂലില്ലാഹി വഹിയ സ്വലാത്ത്. നബിയുടെ പ്രശംസ വഹിക്കുന്ന ഏത് വാക്കും സ്വലാത്താണ്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സ്വല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറുജി വമരീളൻ അൻത സായിറുഹു ഖദ് അതാ അല്ലാഹു ബിൽ ഫറജി സ്വല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറുജി. നബിയുടെ ഓർമ്മ ബന്ധപ്പെടുന്ന എല്ലാം സ്വലാത്താണ്. വല്ലുഹവല്ലൈലി നബിയെ ബഹുമാനിച്ചോടിയാൽ ഖുർആനുമാണ്, ദിക്റുമാണ്, സ്വലാത്തുമാണ്. അലം നശ്റഹ് നബിയെ ബഹുമാനിച്ചോടിയാൽ ഖുർആനാണ്, ദിക്റാണ്, സ്വലാത്താണ്. ഇന്നാഅതൈനാക്കൽ കൗസർ നബിയെ ബഹുമാനിച്ചോടിയാൽ അവിടെയൊക്കെ നോട്ടുണ്ട്. നബിയെ ബഹുമാനിച്ചോതാണോ? നബിയെ ബഹുമാനിച്ചോടിയാൽ സ്വലാത്താണ്. നബിയെ ബഹുമാനിച്ച എല്ലാം മാത്രമാണ്. നബിയെ ബഹുമാനിച്ച ഒരാൾ വലിയാവുള്ളൂ, അല്ലാത്തൊരാൾ വലിയാവില്ല. എത്ര ഖുർആൻ ഓതിയിരുന്ന കാര്യമില്ല.
എത്ര ഓതിക്കും കാര്യമില്ല. നബിയെ ബഹുമാനിച്ച ഒരു വിലായത്തുണ്ടാവും, അവർക്ക് ദ്വാക്ക് ജാപത്തുണ്ടാവും, വിലായത്തിന്റെ പദവിയുണ്ടാവും. മുഗൾ ചക്രവർത്തിമാരിൽ ഒരു ചക്രവർത്തി വലിയാണ്, ഔറംഗസീബ്. കാന യുഅല്ലിമു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഅലീം. ആരും അത്ഭുതപ്പെടുത്തുന്ന ബഹുമാനമാണ് നബിയെ ബഹുമാനിക്കുക. വകാന ലഹു ഖാദിമുൻ കാന ഇസ്മുഹു മുഹമ്മദ. ഇയാൾക്കൊരു സെർവന്റ് ഉണ്ടായിരുന്നു, ഒരു വേലക്കാരൻ. ആ വേലക്കാരന്റെ പേര് മുഹമ്മദ് എന്നാണ്. ലഅല്ലഹു യുനാദി, വിളിക്കാം, യുരീദു അൻ യുനാദി, വിളിക്കണമെന്ന് കരുതും. ഫയതദക്കറു മാ അന വാളി ഫയതവല്ലഉ ഫയുനാദി. എന്തോ ഒരാവശ്യത്തിന് മുഹമ്മദേ എന്ന് വിളിക്കാൻ വേണ്ടി പോകുമ്പോഴത്തിന് ഔറംഗസീബിന് ഓർമ്മ വരും, ഒന്നുമില്ലല്ലോ. എന്നിട്ട് പോയിട്ട് ഒന്നുകൂടെ എന്നിട്ട് വിളിക്കും. എന്തുകൊണ്ട്? സർവന്റിനെ വിളിക്കണമെങ്കിൽ ഒന്നു കൊടുക്കും. കാരണം അയാളെ പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് എന്ന പേര് ഉച്ചരിക്കണമെങ്കിൽ പോലും ഒന്നു കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ആളായിരുന്നു ഔറംഗസീബ്. ഔറംഗസീബ് വലിയാണെന്ന് ഈ കടപ്പുറത്ത് ഷംസുലമ പ്രസംഗിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട്. മുഅ്മിനീങ്ങൾക്കിട അതൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലാത്തൊരു തർക്കിച്ചുകൊണ്ട് നടക്കാം. തർക്കത്തിന് കറാമത്തൊന്നും വേണ്ടടാ. ആർക്കടാ തർക്കത്തിന്? തർക്കം എന്ന് പറഞ്ഞാൽ മാത്വ. എന്ത് മാത്വ? ദുന്യാവിൽ തീരാത്ത തർക്കപ്പ ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ തരിച്ചാലും തീരൂല. ഉണ്ടാക്കണോ? ഇപ്പൊ നമ്മുടെ അടി ഉണ്ടാക്കി തരാം. അതിന് വലിയ പഠിപ്പൊന്നും വേണ്ടിടോ. വഹാബിക്ക് തർക്കിക്കാൻ തർക്കം എന്നുള്ളതൊരു മാറ്റമല്ല, ചെറുപ്പാണ്. ഒരു മനുഷ്യന്റെ ചെറുപ്പമാണ് എന്ത്? ഡൗട്ടുള്ളവൻ ഔട്ടാണ്. എന്ത് പറഞ്ഞ പറയടാ? ഡൗട്ടുള്ളവൻ ഔട്ടാണ്. മുന്നിൽ അക്ഷരണം മാറ്റിയാൽ മതി. ഡൗട്ടുള്ളവൻ ഔട്ടായി. ഡൗട്ട് സമം ഔട്ട്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. ഡൗട്ട് വേണ്ട, ഡൗട്ടായിൽ ഔട്ടാവും. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. ഡൗട്ട് വേണ്ട, ഔട്ടാവും. വർത്തമാനം വരേണ്ട ആവശ്യമില്ല. ആരൊക്കെ നബിയെ ബഹുമാനിച്ചോ അവർക്കൊക്കെ മാറ്റം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ.